പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും മഹത്വമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം, "So when you see standing in the holy place the abomination that causes desolation, spoken of through the prophet Daniel, let the reader understand." വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം മത്തായി ശ്ലീഹ എഴുതുന്നത്. 24-ാം അധ്യായം തുടങ്ങുന്നത് ദേവാലയത്തിൻ്റെ പണി ശിഷ്യന്മാർ കർത്താവിനെ കാണിച്ചുകൊണ്ടാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലമുണ്ടാകും എന്ന് ഒരു പ്രൊഫറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് പറയുന്നു. അതിനുശേഷം അന്ത്യകാലത്തെപ്പറ്റിയുള്ള, അന്ത്യക്രിസ്തുവിനെ പറ്റിയുള്ള വരവ്, ഇതൊക്കെ നമ്മളെ ഓർപ്പിക്കും. അതിനുശേഷം വരുന്ന ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇതേ ഭാഗം തന്നെ വിശുദ്ധനായ മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 14-ലും നമ്മൾ വായിക്കുന്നു. അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. ദൈവസാന്നിധ്യം അറിഞ്ഞ സ്ഥലങ്ങളെല്ലാം ബലിപീഠമുണ്ടാക്കി ആരാധന തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ കാലം മുതൽ നമ്മൾ കാണുന്നു. ദേവാലയങ്ങൾ പണിയപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. ശലോമോൻ പുതിയ ദേവാലയം പണിയുമ്പോഴും കൈപ്പണിയായതിൽ മഹോന്നതനായ ദൈവം വസിക്കുമോ എന്നൊരു ചോദ്യവും ചോദിക്കുന്നു. എങ്കിലും കർത്താവേ, ഞങ്ങൾ ഈ ആലയത്തിൽ വന്ന് കൈകളെ മലർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു കല്ലും മണ്ണും കൊണ്ട് ഒരു ദേവാലയം പണിത് അതിനെ ദേവൻ്റെ ആലയമാക്കി മാറ്റുന്നത്, സമാഗമന കൂടാരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വസിച്ചതുപോലെ വിശുദ്ധ മൂറോൻ കൊണ്ട് കൂദാശ ചെയ്ത് അതിനെ ദൈവ ആലയമായി രൂപാന്തരപ്പെടുത്തുമ്പോഴാണ്. ദേവാലയത്തിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവിടെ ഒരു സിംഹാസനമുണ്ട്. സിംഹാസനത്തിൽ ദൈവമുണ്ട്. ചുറ്റും 24 മൂപ്പന്മാരുണ്ട്. ധൂപകലശവുമായി നിൽക്കുന്നവരുണ്ട്. അവൻ്റെ മുമ്പിൽ താണു വീണ് വണങ്ങി ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിക്കുന്ന വലിയ കാഴ്ച വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. 12 തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ആലയത്തെപ്പറ്റി വെളിപാട് പുസ്തകത്തിൽ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശിവ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, 12 തൂണുകൾ ഈ സഭയെ താങ്ങും. 12 ശ്ലീഹന്മാർ, 12 ഗോത്രങ്ങൾ, പുരോഹിതന്മാരുടെ കാൽ തൊട്ട് 12 കല്ലുകൾ, ഇതൊക്കെ നമ്മെ കാണിക്കുന്നത് കർത്താവിൻ്റെ സഭയുടെ അടിസ്ഥാനമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു മൂലക്കല്ലും അതിന്മേൽ ശ്ലീഹന്മാരും പ്രവാചകന്മാരും. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, നാം എല്ലാവരും ജീവനുള്ള കല്ലുകളായി ആത്മീയഗ്രഹമായി പണിയപ്പെടുന്നു. നാം തന്നെ ദൈവത്തിൻ്റെ ആലയമാണ്. കൂദാശ ചെയ്യപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഈ ആലയവും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതാണ്. അതുകൊണ്ട് ശുദ്ധമായ സ്ഥലത്ത് മ്ലേച്ഛമാക്കുന്ന, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ അനുഭവങ്ങൾ കാണുമ്പോൾ ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. കർത്താവായ ദേവാലയത്തിൻ്റെ നാശത്തെപ്പറ്റി ഓർപ്പിക്കുന്നത് BC 2-ൽ അന്ത്യോക്യസ് എപ്പിഫാനസ് യെരുശലേം ദേവാലയത്തിൽ വിജാതീയ പ്രതിമ സ്ഥാപിക്കുകയും ആരാധിക്കുകയും ചെയ്തു.
ക്രിസ്തുവിൻ്റെ പ്രവചനത്തിന് ശേഷം AD 70 റോമ പട്ടാളം യെരുശലേം ദേവാലയം പിടിച്ചെടുക്കുകയും സർവനാശയോഗ്യമാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് യുഗാന്ത്യവുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ ഒരു പ്രൊഫസി ആയിരുന്നു എന്നും അത് സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ വിശദീകരിക്കുന്നവരുണ്ട്. ദിസ് ഫ്രേസ്, അതായത് അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ, ദിസ് ഫ്രേസ് generally refers to a sacrilegious event or entity that desecrates a holy place, often seen as a prophetic sign of great tribulation or the end time. വിശുദ്ധമായ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത കാണുമ്പോൾ വരാൻ പോകുന്ന വലിയ കഷ്ടം അതുപോലെ സമയത്തിൻ്റെ അന്ത്യത്തെ ഓർപ്പിക്കുന്നു എന്നാണ് വേദപുസ്തക വ്യാഖ്യാനം ചെയ്യുന്നവരെ നമ്മളെ ഓർപ്പിക്കുന്നു. എന്നാൽ പൗരസ്ത്യ പിതാക്കന്മാർ ഒരു യുഗാന്ത്യ ചിന്തയുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിൽ കാണുന്ന അടയാളങ്ങളാണ് ഇവിടെയെല്ലാം കർത്താവ് നമ്മോട് പറയുന്നതെന്ന് പിതാക്കന്മാർ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് അന്ത്യക്രിസ്തുവിൻ്റെ ഏറ്റവും ഭയങ്കരമായ ഒരു പ്രവൃത്തിയാണ്. ആൻറ്റിക്രൈസ്റ്റ് അൾട്ടിമേറ്റ് ആക്ട് ഓഫ് ഡിഫൈൽമെൻറ്റ്, അശുദ്ധി ഉണ്ടാക്കുക, ആൻ ആക്ട് ഓഫ് ബ്ലാസ്ഫമി ഓർ സാക്രിലിജി ദാറ്റ് ഒക്കേഴ്സ് ഇൻ സേക്രഡ് പ്ലേസ്. ദൈവദൂഷണം പറയുകയും വിശുദ്ധ സ്ഥലത്ത് ത്യാഗപരമായ അശുദ്ധത വെളിപ്പെടുകയും ചെയ്യും. ഇനി സാത്താൻ സേവകരെ പറ്റിയൊക്കെ നമ്മൾ കാണുമ്പോഴും അവർ യാഗം അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ത്യാഗപരമായ അശുദ്ധത അവിടെയും വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ഓർപ്പിക്കുന്നത് അബോമിനേഷൻ ക്യാൻ ബി സീൻ ആസ് എനി ഹെറിറ്റിക്കൽ ഓർ അപ്പോസ്റ്റേറ്റ് ആക്ട് ദാറ്റ് ഡിഫൈൽസ് ദ ചർച്ച് or the believer's body. ശൂന്യമാക്കുന്ന ഈ അനുഭവം, ഈ മ്ലേച്ഛത നമുക്ക് നമ്മുടെ അവിശ്വാസത്തിലും അതുപോലെ തന്നെ അശുദ്ധിയിലും സഭയിലും വ്യക്തികളുടെ ശരീരത്തിലും ഇത് കാണാൻ സാധിക്കും എന്നാണ് ഓർപ്പിക്കുന്നത്. അവിടെ പിതാക്കന്മാർ ഓർപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് എ സ്പിരിച്വൽ വിജിലൻസ് അഗൻസ്റ്റ് സിൻ ആൻഡ് അപ്പോസ്റ്റസി. വിശ്വാസ ത്യാഗത്തിനും പാപത്തിനുമെതിരായി ഒരു ആത്മീയമായ ജാഗ്രത വളരെയധികം ആവശ്യമായിരിക്കുന്നു എന്നാണ്. സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം പിതാവ് ഓർപ്പിക്കുന്നത് he is focusing on the importance of being watchful and discerning the signs of the time. ആ പിതാവ് ഓർപ്പിക്കുന്നത് എപ്പോഴും ജാഗ്രതയുള്ളവരായി ശ്രദ്ധയോടെ ഇരിക്കണം. അതുപോലെ തന്നെ കാലങ്ങളുടെ ഗതികളും നാം കാണുന്ന അടയാളങ്ങളും അതിനെ വിവേചിച്ചറിയാനുള്ളൊരു ആത്മാവിന് വേണ്ടി നാം ശ്രദ്ധയോടെ ഇരിക്കണം. വീണ്ടും അദ്ദേഹം ഓർപ്പിക്കുന്ന സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലുള്ള ഒരു സ്ഥിരത, ടു റെക്കഗ്നൈസ് ദ ഡെസിപ്ഷൻ. ആ വിശ്വാസ സ്ഥിരത വരുമ്പോഴേ വഞ്ചന തിരിച്ചറിയാനായി സാധിക്കുള്ളൂ. ടു റെക്കഗ്നൈസ് ഫാൾസ് പ്രോഫറ്റ്, അസത്യവാദികളായ പ്രവാചകന്മാരെ തിരിച്ചറിയാനേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പിതാക്കന്മാർ ഓർപ്പിക്കുന്നതാണ് അൾട്ടിമേറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഈവിൾ ത്രൂ ദ ആൻറ്റിക്രൈസ്റ്റ്. പിശാചിൻ്റെ ഏറ്റവും അത്യുന്നതമായ വെളിപാട് എന്ന് പറയുന്നത് അന്ത്യക്രിസ്തുവിലൂടെയാണ് കാണുന്നത് എന്ന് പിതാക്കന്മാർ ഓർപ്പിക്കുന്നു. നാം നിൽക്കുന്ന സ്ഥലം ഓർക്കണം. പ്രത്യേകം നമ്മളെല്ലാവരും
പൗരസ്ത്യ സഭയുടെ മക്കളാണ് നമ്മളെല്ലാവരും ആരാധനയ്ക്ക് വലിയ സാധ്യത കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് നാം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് ആരാധനയ്ക്കായി നിൽക്കുന്ന പുരോഹിതനോടുകൂടെ മാലാഖമാരുടെ സാന്നിധ്യത്തോടെ നിൽക്കുന്ന ശുശ്രൂഷകർ, ആരാധനയ്ക്കായി ആരാധിക്കുന്ന ദൈവജനം, അത് പുരോഹിതന്മാരാകട്ടെ, ജനങ്ങളാകട്ടെ, ശുശ്രൂഷക്കാരാകട്ടെ, എല്ലാവരും ഓർക്കേണ്ട പ്രധാന വസ്തുതകൾ താഴെ പറയുന്നവയാണ്. അത് നമ്മുടെ മനനത്തിനായി, ആലോചനയ്ക്കായി ദൈവാത്മാവിൽ സമർപ്പിക്കും. 1. ആധുനിക കാലത്തെ വിശുദ്ധ സ്ഥലത്തിൻ്റെ ശൂന്യമാക്കൽ എങ്ങനെയാണ്? ദ മോഡേൺ ആക്ട്സ് ഓഫ് ഡെസൊലേഷൻ ഓഫ് ദ ഹോളി പ്ലേസ്. ആക്ഷൻ ദാറ്റ് കറപ്റ്റ്സ് ദ സ്പിരിച്വൽ ഇൻറ്റഗ്രിറ്റി ഓഫ് വർഷിപ്പ് or holy tradition that distort religious truth. ആരാധനയുടെ ആത്മീയ സമഗ്രത നഷ്ടപ്പെടുത്തുന്ന, ആത്മീയ യാഥാർത്ഥ്യങ്ങളെ നശിപ്പിക്കുന്ന പ്രവണത. വിശ്വാസം, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, ആത്മീയതയുടെ ആഴം, ദൈവസാന്നിധ്യ ബോധം നശിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആരാധനയിൽ നടക്കുന്നു അതെല്ലാം ഓർക്കുക ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ അനുഭവമാണ്. രണ്ടാമത് ഓർക്കേണ്ടത് സെക്യുലറൈസേഷൻ ഓഫ് സേക്രഡ് സ്പേസ്. പുണ്യസ്ഥലങ്ങളെ മതേതരവൽക്കരണം ചെയ്യുന്നു എന്നാണ്. പുണ്യസ്ഥലം അത് മതേതരമായ പ്രവർത്തനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ട് നീക്കാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. മൂന്നാമത് ഓർപ്പിക്കാനുള്ളത് ദ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് റിലീജിയസ് പ്ലേസ്. അതൊരു ടൂറിസം പ്ലേസ് ആക്കാൻ പാടില്ല, അതൊരു പബ്ലിക് പ്ലേസ് ആക്കാൻ പാടില്ല. നാലാമതായിട്ട് ഓർപ്പിക്കാനുള്ളത് ഹെറിറ്റിക്കൽ ടീച്ചിങ് വിത്തിൻ ദ ചർച്ച്. സഭയ്ക്കുള്ളിലെ പാഷാണ്ഡത അത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണ്. പ്രത്യേകാൽ ദൈവാലയത്തിൽ നിന്നുകൊണ്ടുള്ള പ്രീച്ചിങ് ഓഫ് ദ ഫോൾസ് ഡോക്ട്രിൻ ഇൻ ദ സേക്രഡ് പ്ലേസ് ലീഡ്സ് ടു സ്പിരിച്വൽ ഡിഫൈൽമെൻറ്റ്. ആത്മീയ അശുദ്ധതയിലേക്ക് നയിക്കും. ദൈവവചന എടുക്കുമ്പോൾ വളരെ വിശുദ്ധിയോടുകൂടി ബ്രേക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ദ ബ്രെഡ്. അപ്പം നുറുക്കുന്നത് പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദൈവവചനം വിഭാഗിച്ച് ദൈവവചനത്തിന് നൽകുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഐഡിയോളജിക്കൽ ഓർ മോറൽ വ്യൂസ് that directly oppose religious doctrine into worship practices can corrupt the spiritual integrity of the sacred place. ആരാധനാ ക്രമങ്ങളിൽ മതപരമായ സിദ്ധാന്തങ്ങളെ നേരിട്ട് എതിർക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോ ധാർമ്മിക വീക്ഷണങ്ങളോ സമന്വയിപ്പിക്കുന്നത് വിശുദ്ധ സ്ഥലത്ത് ഒരിക്കലും പാടില്ലാത്തതാണ്. അത് വിശുദ്ധ സ്ഥലത്തെ നശിപ്പിച്ച് കളയുന്നതാണ്, ശൂന്യമാക്കി കളയുന്നതാണ്. പുണ്യസ്ഥലത്തെ ആത്മീയ സമഗ്രത നഷ്ടപ്പെടുത്തുന്നതാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ലിറ്റർജിക്കൽ അബ്യൂസസ്, ആൾട്ടറിങ് ദ ട്രഡീഷണൽ ഫോം ഓഫ് വർഷിപ്പ്. പൗരസ്ത്യ സഭയെ സംബന്ധിച്ച് വിശുദ്ധ വിശ്വാസം ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ വിശ്വാസത്തിലും ആരാധനയിലും ആണ് നമ്മുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ആരാധനയെ നശിപ്പിക്കുന്ന തരത്തിൽ, ദൂഷിപ്പിക്കുന്ന തരത്തിൽ അതിൽ വ്യക്തിപരമായ ആലോചനകളോ വ്യക്തിപരമായ കൂട്ടിച്ചേർക്കലുകളോ ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നാം നിൽക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള വിശുദ്ധി നമുക്ക് വളരെ ആവശ്യമാണ്. വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത നിൽക്കുമ്പോൾ ഈ വായിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. നമ്മുടെ ജഡവും നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്, ഇതിനെ കൂടെ വിശുദ്ധമാക്കി നിർത്തേണ്ടത് നമ്മുടെ അതികഠിനമായ പരിശ്രമം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യബോധം ഈ ലോകത്തിൽ കടന്നു പോകുമ്പോഴും
വരാനുള്ള ലോകത്തിലും നമുക്ക് സ്വീകരിക്കുവാൻ അറിയുവാനായി സാധിക്കുകയുള്ളൂ. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം, സകലത്തിൽ ഉയർന്ന നാമം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.